ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതുണ്ടല്ലോ വിഷ്ണുവിന് ലീവുള്ള ഒരു ദിവസം എടുത്ത വീഡിയോ ആണേ. രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ആള് നേരെ പോയി കുറച്ച് മീനും വാങ്ങി വന്നിട്ടുണ്ട്. ലീവുള്ള ദിവസങ്ങളിൽ മീൻ കഴുകി വൃത്തിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു തന്നെയാണ് കറി ഉണ്ടാക്കാറുള്ളത്. പക്ഷെങ്കിൽ ഇന്നുണ്ടല്ലോ ആൾക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾ കറി ഉണ്ടാക്കിക്കോ, കഴിക്കാനാകുമ്പോഴേക്കും എത്തിക്കോളാന്നും പറഞ്ഞാണ് രാവിലെ തന്നെ മീനും വാങ്ങിച്ചു തന്നിട്ട് പോയത്. ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ എന്തൊക്കെയാ ചേർക്കേണ്ടത്, എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ പോയത്. അതിലാദ്യമേ പറഞ്ഞ കാര്യം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്നും മിക്സിയിലിട്ട് കറക്കി എടുക്കണ്ട, ഇടികല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി എന്നാ. മീൻ മുറിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ട് വന്നത്, എന്നാലും അത് കഴുകി വൃത്തിയാക്കി എടുക്കണ പണിയുണ്ടല്ലോ. അപ്പുറത്ത് അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഈ ചതക്കലും ഇടിക്കലും ഒക്കെ ചെയ്യാന്ന് ഞാനും വിചാരിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം തൊലിച്ചെടുത്ത് ചതച്ചെടുക്കുമ്പോഴത്തേനും അമ്മ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് വറുക്കാനുള്ളതും കറിക്കുള്ളതും എല്ലാം മസാല തിരുമ്മി മാറ്റി വെച്ചിരുന്നേ. പിന്നുണ്ടല്ലോ കറി ഉണ്ടാക്കുന്നതിൽ നമ്മൾ സാധാരണ മസാല തിരുമ്മി വെക്കാറൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ ഫ്രൈ ചെയ്യാനായിട്ട് മസാല മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പൊ ബാക്കിയുള്ളതിന് ആ കറിക്കുള്ള മീനിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചേ ഉള്ളൂ. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ മീൻ കറിയിൽ നമ്മൾ കടുക് ചേർക്കാറില്ല, ഉലുവ മാത്രമാണ് ചേർക്കാറുള്ളത്. പിന്നെ നമ്മൾ ചതച്ചെടുത്ത സംഭവങ്ങൾ ഉണ്ടല്ലോ, ഏകദേശം ഒരു 10-20ഓളം ചെറിയുള്ളിയും 2-3 കുഞ്ഞു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അതെല്ലാം കൂടെ ഇടികല്ലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴന്നു വന്നപ്പോൾ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും രണ്ടും പകുതി ആയിട്ടാണ് കേട്ടോ ചേർത്തത്. കൂടെ തന്നെ ഈ മുളക് പൊടിയുടെ അതേ അളവിൽ മല്ലിപ്പൊടിയും ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടാതെ ഇപ്പം ഈ ചേർക്കണത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് പുളിയും പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ. നമ്മളിവിടെ വാളംപുളി തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. കുടംപുളിയൊക്കെ വല്ലപ്പോഴും മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ മുറിച്ചിട്ടിട്ട് പുളിയുടെ പച്ചമണം പോകുന്നത് വരെയും തിളപ്പിച്ചെടുക്കും. അതിനുശേഷമാണ് കേട്ടോ മീൻ ചേർത്താറുള്ളത്. മീനൂടെ ചേർത്ത് വെന്ത് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ആ ചൂടോടെ തന്നെ കുറച്ച് സമയം അങ്ങനെ അടച്ചു വെക്കുകയെ. ഇന്നിപ്പോ 2 മീന് വാങ്ങിച്ചിരുന്നല്ലോ, കുറച്ച് മത്തിയും ചെമ്പലിയുടെ തലഭാഗവും മാത്രമായിട്ടാണ് കേട്ടോ കറി വെക്കാൻ എടുത്തിരുന്നത്. കറിയൊക്കെ റെഡിയായി ചൂടോടെ തന്നെ അങ്ങനെ അടച്ചു വെച്ചിട്ട് കഴിക്കേണ്ട സമയം ആവുമ്പോഴാണ് മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയത്. ഫ്രൈ ചെയ്ത മീനിന്റെ കൂട്ടത്തിൽ സവാളയേക്കാൾ നമുക്കിവിടെ ചെറിയുള്ളി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് അതും കൂട്ടത്തിൽ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുത്തപ്പോ ഇന്നത്തെ ഉച്ചയൂണ് അങ്ങോട്ട് ഉഷാറായി. അപ്പോൾ ഉച്ചയൂണ് റെഡിയാക്കുന്ന നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.